പ്രൈസ് ദി ലോർഡ്. തിരുവചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ പുസ്തകം 42 അധ്യായം 3 വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ്, നിന്റെ ദൈവം എവിടെ എന്ന് ജാതികൾ, എൻ്റെ ശത്രുക്കൾ എന്നോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിനൊരു സന്തോഷമോ സമാധാനമോ അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആഹാരം പലപ്പോഴും കഴിക്കുവാൻ എനിക്ക് കഴിയാതെ ഞാൻ എന്ത് ചെയ്യുക, രാവും പകലും എനിക്ക് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, എൻ്റെ മനസ്സിന് സുഖമില്ലാതെ, എനിക്ക് ഒന്ന് ആഹാരം പോലും കഴിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, എൻ്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോൾ എനിക്ക് രാവിലും പകലിലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരിവിടെ പറയുന്നത്. 42 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് കോരഹപുത്രന്മാരാണ്. കോരഹപുത്രന്മാരെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ, മോശയെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അതിനുശേഷം മരുഭൂമിയിലൂടെ അവർ നടക്കുമ്പോൾ മോശയ്ക്കെതിരായി കോരഹും ചില സംഘാധിപരും ചേർന്നിട്ട് മോശയ്ക്കെതിരെ ചിലർ എഴുന്നേറ്റപ്പോൾ ദൈവം ആ എഴുന്നേറ്റവരെ അവരോട് ദൈവം പകരം ചെയ്തു. അവരെ ദൈവം ശിക്ഷിച്ചു. കോരഹിനെയും അവരുടെ കൂടെയുള്ളവരെയും ദൈവം ന്യായം വിധിച്ചു. ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. അവരിൽ നിന്ന് അവരുടെ പുത്രന്മാർ മാത്രം അവശേഷിച്ചു. ഈ കോരഹപുത്രന്മാരുടെ പിതാവ് ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തോട് മറുതലിച്ച് ദൈവം വിളിച്ച് വേർതിരിച്ചവനെ കുറ്റം പറഞ്ഞ് ന്യായം വിധിച്ചു നിന്നപ്പോൾ ദൈവത്തിന് അത് സഹിക്കുവാൻ കഴിയാതെ കർത്താവിന്റെ വചനം പറയുന്നത്, എൻ്റെ അഭിഷേകത്തിനെതിരെ ഒരു ദോഷവും ചെയ്യരുതെന്ന് തിരുവചനം പറയുമ്പോൾ ഇവിടെ കോരഹപുത്രന്മാർ വില കൊടുത്ത് മോശ ഏകദേശം വർഷക്കാലം ഇസ്രയേലിൽ പോയി ദൈവം പറഞ്ഞൊക്കെ കേട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഈ ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നപ്പോൾ മോശ മരുഭൂമിയിൽ കൂടെ നടന്നു വന്നപ്പോൾ മരുഭൂമിയിലെ എല്ലാ കഷ്ടങ്ങളും സങ്കടങ്ങളും താൻ ഇവരോടൊപ്പം അനുഭവിച്ച് കടന്നു വന്നപ്പോഴും ഹല്ലേലൂയ. എന്നാൽ മോശ എന്ത് ചെയ്തു? കോരഹ് മോശയ്ക്കെതിരായി നിന്ന കൂടെയുള്ളവരെ കുറിച്ച് കുറച്ചുകൂടി ചേർത്ത് മോശയ്ക്ക് വിരോധമായി നിന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ മരുഭൂമിയിൽ വെച്ച് അവരെ ദൈവം ശിക്ഷിച്ചു. നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് കോരഹിനെ എന്ത് ചെയ്തു? ഭൂമി പിളർന്നു എന്ന് കാണുവാൻ കഴിയും. അവിടെ തൊട്ട് എന്നാൽ പിതാവിനോടൊപ്പം പാപസംബന്ധമായി മരിക്കുകയല്ല അവിടെ ചെയ്തത്. പകരം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പിതാവ് തെറ്റ് ചെയ്തു. അതുകൊണ്ട് പിതാവിന് പങ്കാളികളായി തിരികെയല്ല, മോശയ്ക്കെതിരായി സംസാരിക്കുകയല്ല കോരഹപുത്രന്മാർ അവിടെ ചെയ്തു. പകരം എന്ത് ചെയ്തു? മോശയെ അനുസരിച്ച് ആ മരുഭൂമിയിൽ കൂടി നടന്നു. എന്നാൽ നമുക്കറിയാം, കനാൻ ദേശത്ത് അവർ എത്തപ്പെട്ടു. കനാൻ ദേശം അവർക്ക് ദൈവം എന്ത് ചെയ്തു? ഈ കോരഹപുത്രൻ, അതായത് പിൻഗാമികളായിരിക്കുന്നവരെല്ലാം എന്ത് ചെയ്തു? മരിച്ചുപോയി. എന്നാൽ ഈ യോശുവയും കാലേബും അതിനുശേഷം ഈ പിൻഗാമികളായ പിതാക്കന്മാരുടെ സന്തതികൾ മാത്രമാണ് കനാൻ ദേശം പ്രവേശിച്ചു. ദൈവം അവർക്ക് കനാൻ ദേശം അവർക്ക് അവകാശമാക്കി കൊടുത്തു. അങ്ങനെ അവർ താമസിച്ചു. അങ്ങനെ അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവരെന്ത് ചെയ്യും? ആദ്യം ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിക്കും എന്നതിൻ്റെ പക്ഷേ ഇവരെന്ത് ചെയ്യും? പിന്നെയും ദൈവത്തെ മറുതലിച്ച് മ്ലേച്ഛമായ ആരാധനയിലും ഈ വിഗ്രഹാരാധനയിലും ജാതികളോട് ഇടകലർന്ന് ഇവര് ദൈവത്തെ പ്രവർത്തന പുസ്തകം 6 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനല്ലാതെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് യാതൊരു വിഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നതിനൊപ്പം പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യാം? മാംസപ്പലകളിൽ എന്ത് ചെയ്യാം? എൻ്റെ കൽപ്പനകൾ എഴുതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇടത്തോട്ടും വലത്തോട്ടും പോകുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ അതെന്ത് ചെയ്യുക? നിങ്ങളുടെ നാവിൽ നിന്ന് പോകരുത്. രണ്ടാമത് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും
പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം പലപ്പോഴും പൂർണ്ണ ഹൃദയം വിട്ട് ദൈവത്തെ വിട്ട് അന്യ ദൈവന്മാരെ സേവിക്കുന്ന ഒരു സ്വഭാവം ഈ എന്ത് ചെയ്തു ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവം എന്ത് ചെയ്യും, ജാതികളുടെ കയ്യാൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇവരെ എന്ത് ചെയ്യുക, അധികാരത്തിൽ ഇവരെ കീഴ്പ്പെടുത്തുവാൻ, അങ്ങനെ ഒരു സാഹചര്യമാണ് ഇന്ന് ഈ ഇസ്രായേൽ ജനത്തിനുണ്ട്. കോരഹ പുത്രന്മാർ ഇന്ന് അവർ ബാബേലിൽ എന്ത് ചെയ്യുക, ബാബിലോണിൽ അവരെന്ത് ചെയ്യുക, പ്രവാസികളായി അവരെ എന്ത് ചെയ്യുക, നെബൂഖദ്നേസർ രാജാവ് അവരെ എന്ത് ചെയ്യുക, പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയതെന്ന് നമുക്കാണ്. യിരെമ്യാ പ്രവാചകനാണ് ഒരു പ്രവാസ ജീവിതം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രവാസികളായി പോകേണ്ടി വരുമെന്ന് ആ ദൈവത്തിന്റെ ആലോചന അറിയിച്ചപ്പോൾ പോലും എന്ത് ചെയ്യാം, അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വാങ്ങി കാണുന്നത്. പക്ഷെ ഇന്ന് എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഇവരെ ദൈവത്തെ അനുസരിക്കുകയോ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യുക, ശബത്ത് ആചരിക്കുകയോ ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കുകയോ ന്യായപ്രമാണം അനുസരിക്കുകയോ ചെയ്യാതെ ഒരു വിഗ്രഹാരാധനയിലേക്ക് പോയത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു, അല്ലെങ്കിൽ അന്യ ദൈവന്മാരെ സേവിച്ചതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ദൈവം അവരെ ബാബിലേക്ക് എന്ത് ചെയ്തു, പിടിച്ചുകൊണ്ട് പോകാൻ അനുവദിച്ചു. അശൂരിലേക്ക് അവരെ എന്ത് ചെയ്യുക, ബന്ദികളാക്കി കൊണ്ടുപോയി. നെബൂഖദ്നേസർ രാജാവാണ് വന്നവരെ ബന്ദികളാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ എന്ന് നാം വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നുവോ, ഒരു പക്ഷേ നമ്മുടെ രൂപം കൊണ്ട് നാം എന്ത് ചെയ്യുക, കാഴ്ചയും നമ്മൾ എന്ത് ചെയ്യുക, ദൈവമക്കൾ തന്നെയാണ്. പക്ഷെ എന്നാൽ നമ്മുടെ സ്വഭാവം എന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ട് മറുതലിക്കുന്നുവോ, അന്ന് നമുക്ക് കഷ്ടം വരുമെന്നാണ് നാം ഈ വചനത്തിലൂടെ വായിക്കുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഇവരെന്ത് ചെയ്യാണ്, ഹല്ലേലൂയ, അവർ ബാബേൽ പ്രവാസികളായിട്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് അവരുടെ ശത്രുക്കൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവം എവിടെയാ, നിങ്ങളെ വിടുവിക്കുന്നില്ലേ നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ വേണ്ടയോ, നിങ്ങളെ അവൻ എന്ത് കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ് എന്ന് എന്ത് ചെയ്യുക, ശത്രുക്കൾ അല്ലെ പറയുമ്പോൾ എന്ത് ചെയ്യുക, ഇത് കേട്ട അവർ ചോദിക്കുക, ഇപ്പൊ അവർ തന്നെ ചിന്തിക്കുന്നത്, അതെ ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ, പക്ഷെ എന്ത് ചെയ്യുക, ആ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നില്ലല്ലോ എന്ന് ഇവരുടെ നിന്ന വാക്കുകൾ കേട്ട് അവർ തന്നോട് തന്നെ എന്ത് ചെയ്യുക പറയുന്നത്, നിന്റെ ദൈവം എവിടെ എന്ന് എന്ത് ചെയ്യുക, അവർ നിത്യം പറയുകയാണ്. ഇവർക്ക് സ്വസ്ഥത കൊടുക്കാതെ എന്ത് ചെയ്യുക, രാവും പകലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, അതെ നിങ്ങളുടെ ദൈവം എവിടെ, ഇസ്രായേൽ ചോദിക്കും, നിങ്ങളെ യഹോവയായ ദൈവം എവിടെ, നിന്നെ വിടുവിക്കുന്നില്ലേ, നിങ്ങൾ അവിടുന്ന് വിടുവിച്ചു കൊണ്ട് വന്നേല്ലേ, എന്നിട്ട് ഇന്ന് എന്ത് ചെയ്യുക, നിങ്ങളെ വിടുവിച്ചില്ലല്ലോ, ഇന്ന് നിങ്ങളെ വിടുവിക്കുന്നില്ല, നിങ്ങളെ അവരെന്ത് ചെയ്യുക, കൈവിട്ട് കളഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ കോരഹ പുത്രന്മാർ സംഘം എന്ത് ചെയ്യുക, അവര് പറയുകയാണ്, രാവും പകൽ അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുനീർ എന്ത് ചെയ്യുക, ആഹാരമായി തീർന്നു. പ്രവാസികളായി നാം പോകുമ്പോൾ ഇനി അവിടുത്തെ ചട്ടങ്ങൾ നമുക്ക് അനുകൂലമല്ല, അവരുടെ രീതികൾ നമുക്ക് ഭക്ഷണം പോലും എന്ത് ചെയ്യുക, ഈ പോകും എന്ത് ചെയ്യുക, അതുപോലും കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യുക, ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. അവരുടെ നിയമങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ ആയിരിക്കണം. പക്ഷേ ഈ ജനം എന്ത് ചെയ്തു, പ്രവാസികളായി പോയി. അവർക്ക് ഇന്ന് സ്വന്തം എന്ന് പറയുന്ന അവർക്ക് കണ്ണുനീര് മാത്രമേ ഉള്ളൂ. ആ കണ്ണുനീർ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യുക, അവരുടേതായ സ്വന്തം എന്ന് പറയാം. പക്ഷെ ഇന്ന് എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് ഇവരെ അങ്ങനെ പോയെന്ന് ചോദിച്ചാൽ, ദൈവത്തെ വിട്ട് എന്ത് ചെയ്യുക പോയത് കൊണ്ടാണ് അവർ ദൈവം എന്ത് ചെയ്ത് കഷ്ടതയ്ക്ക് ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ശത്രു അവരോട് ചോദിക്കും, നിങ്ങൾ ദൈവം എവിടെയെന്ന് ചോദിക്കുവാൻ ഇടയാകുന്നത്. എന്ത് ചെയ്യുക, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവരിന്ന് എന്ത് ചെയ്യുക, ദൈവത്തിങ്കിലേക്ക്. എന്നിട്ട് പ്രവാചകനായ നമുക്ക് പറയാം, 70 വർഷക്കാലം ഈ ശൂന്യമായി കിടക്കുമെന്ന് യിരെമ്യാ പ്രവാചകൻ ഇവരോട് പറഞ്ഞിട്ട് പോലും എന്ത് ചെയ്യുക, ഇവർ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ എന്ത് ചെയ്യുക, ഇടയായില്ല. പക്ഷേ എന്നാൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ എന്ത് ചെയ്യുക, ദൈവം അവരെ പ്രവാസത്തിന് മടക്കി വരുത്തുമെന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ നിമിത്തം അവരായിരുന്ന ദേശത്ത് എന്ത് ചെയ്യുക, ദൈവത്തോട് നിലവിളിക്കാൻ തോന്നി. അവർ തുടങ്ങി, ജാതികൾ അവരുടെ ദൈവം എന്ന് പറയുന്നത് കേട്ട് എന്ത് ചെയ്യുക, പറയുന്നത് എന്ത് ചെയ്യുക, അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രാവും പകലും തിന്മാൻ കൊടുത്തത് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അവര് അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ചെല്ലുന്ന ദേശത്ത് അവർക്ക് എന്തില്ല, ആഹാരം പലപ്പോഴും കിട്ടത്തില്ല, പിന്നെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. ഇതെല്ലാം വലിയ അടിമകളായി ചെന്നിരിക്കുന്ന ദേശം എന്ത് ചെയ്യാം, അവരെന്തെങ്കിലും തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു, അതും ബന്ധിതമാക്കിക്കൊണ്ട് ജയിലിലിറങ്ങി അവരായിരിക്കുന്നത്. അവരെ അതിനകത്ത് പിടിച്ചുപോയി. ഇന്ന് അവരുടെ ആചാരങ്ങളില്ല,
ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, ആ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അവിടെ മൈൻഡുകൾ പോലും ഒരു ഇരുട്ടിന്റെ അല്ലെങ്കിൽ ആ ഇരുട്ടിന്റെ അധികാരത്തിലേക്ക് അവരെ പിടിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. ജാതികൾ പറയുകയാണെന്നാ അവരുടെ ദൈവം എവിടെ ഇന്ത്യ, പിന്നെ ജാതികൾ പറയുക. എന്നിട്ട് ഞങ്ങളുടെ അസ്ഥികളെ തകർക്കുമെന്ന് ഞങ്ങളെ നിന്ദിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ അസ്ഥികളെ പലപ്പോഴും നമ്മളെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, നമ്മുടെ പല വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, നമ്മൾ ചിലരുടെ സുവിശേഷം പറയുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ വീട്ടിലുള്ളവരെ ആദ്യം വിടുവിക്ക്, എന്ത് പിന്നെ ഞങ്ങളെ വന്ന് വിടുവിച്ചാമെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അകത്തൊരു വേദന ഉണ്ടാകുവാനിടയാവും. ഇവിടെ നമുക്ക് പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ ശത്രു എന്ത് കാണുകയാണ്, ഹല്ലേലൂയ, എന്നെ നിന്ദിക്കുന്നത് ശത്രുക്കൾ കാണുകയാണ് എന്ന് പറയുകയാണ്. അല്ലെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ വചനത്തിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ സ്വന്തം ദേശമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന കൽപ്പനകൾ പ്രമാണിക്കണം. അതല്ലെങ്കിൽ നാം അടിമകളായി പോകേണ്ടി വരും. നമ്മൾ കഷ്ടതയുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരും. നമുക്ക് വേദനകൾ ഉണ്ടാകും, നിന്ദകളുണ്ട്, പരിഹാസങ്ങൾ, മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുമ്പോൾ നമുക്ക് തന്നെ വിലയില്ലാത്തൊരു വില കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകാൻ വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കേൾക്കുന്നവർ ദയവായി നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ നിന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ട്, നിന്റെ ദൈവം എവിടെയാ, നിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥന നീ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടില്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് നിനക്ക് മറുപടി ലഭിക്കാത്തത്? നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന നീ പാപി ആയതുകൊണ്ടാ എന്ത് ചെയ്യുക, നിന്റെ ദൈവം കേൾക്കാത്തത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിന്ദിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും, ദൈവത്തിലേക്ക് മടങ്ങി വേണം. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കും, പക്ഷേ നാം സ്വഭാവം കൊണ്ടും രീതി കൊണ്ടും ജാതികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നത്. എന്നാൽ മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ എന്ത് ചെയ്യുക, നിനക്ക് സ്വസ്ഥ നൽകും, നിനക്ക് സമാധാനം ദൈവം നൽകും. നിങ്ങളെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. പക്ഷേ നമുക്ക് മനസ്സിലാകും, പിന്നെ അത് വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങി വരുവാണ്ടായി. അവരെന്ത് ചെയ്യുക, യാഗങ്ങളെ കഴിച്ചു, അവരുടെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു. അവരുടെ മനസ്സിനെ ദൈവത്തിലേക്ക് തിരിച്ചപ്പോൾ എന്ത് ചെയ്തു, ദൈവം അവർക്ക് സ്വസ്ഥ നൽകി. അവരുടെ സ്വന്തം ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നു. അവരുടെ ദേശത്ത് എന്ത് ചെയ്യുക, ദൈവം സ്ഥിരതയോടെ നിർത്തി. അവർക്ക് നേരെ നിൽക്കുന്ന ശത്രുക്കളെ ദൈവം എന്ത് ചെയ്യോ, അവർക്കെതിരെ ഹല്ലേലൂയ, ശത്രുക്കളുടെ എതിരെ ദൈവം തിരിഞ്ഞ് ദൈവം അവരെ ശിക്ഷിച്ചു. ഹല്ലേലൂയ, തൻ്റെ ജനത്തെ ദൈവം വെടിവെച്ചു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം കേൾക്കുന്നവരെ, നിങ്ങളോട് പലരും ചോദിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ദൈവം എവിടെയെന്ന്. എന്നാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് പറയുവാൻ കഴിയണമെങ്കിൽ, അതിന് നിങ്ങൾക്ക് മറുപടികളെ വേണമെങ്കിൽ, നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഒരു പക്ഷേ പലരും വിശ്വാസം നല്ലായിരിക്കാം. എന്നാൽ അവർക്ക് മുമ്പ് നിങ്ങൾ ആരെ തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ അതിനൊന്നും നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക, നിങ്ങളെ തന്നെ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കുക. ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങളെ വിടുവെക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും, നിശ്ചയമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.